ഹായ് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. അതിനായിട്ട് അമൂലിൻ്റെ കുറച്ച് ഗീ എടുത്തിട്ട് തവയിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാസ്ത നല്ല രീതിയിൽ തിളപ്പിച്ച് അത് ബോയിലാക്കി വേവിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടിരിക്കും. കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത് എല്ലാം കൂടെ എടുത്തിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുത്താലോ. നമ്മുടെ ബട്ടർ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബട്ടറൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി ഉള്ളിയും ഇഞ്ചിയും നമ്മൾ ഉണ്ടാക്കി വെച്ച വെളുത്തുള്ളിയും എല്ലാം അതിലേക്ക് ഇട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ താവിയിട്ടൊന്ന് ഇളക്കി. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് ഇടാൻ ആവശ്യമായ സാധനങ്ങളോട് എടുക്കണ്ടേ. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് പെപ്പറും ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇച്ചിരി സ്പൈസി ആയിട്ട് ഇപ്രാവശ്യം ഉണ്ടാക്കാമെന്ന് കരുതി. ഇതെല്ലാം കൂടെ നമ്മൾ മൂത്ത് വന്ന നമ്മുടെ ആ സവാളയിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ തകട ഇളക്കിയെടുക്കുന്നു. ആ ഇളക്കിയെടുത്ത് ഒന്ന് മൂത്ത് റെഡിയായിട്ട് വരുമ്പോൾ ഞാൻ മേടിച്ച് വെച്ച ടൊമാറ്റോയുടെ പേസ്റ്റ് ഉണ്ട്. ആ പേസ്റ്റ് 2 ടീസ്പൂൺ അതിലേക്കിട്ട് അതും വീണ്ടും ടകട അതും കൂടെ ഇളക്കിയെടുക്കുന്നു. അത് ഇളക്കിയെടുക്കുമ്പോൾ നല്ല മിശ്രിതമായിട്ട് വരും. ആ മിശ്രിതം റെഡിയായിട്ട് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ആ വെള്ളം ഒന്ന് തിളയ്ക്കാനുള്ളൊരു സമയം കൂടെ അതിന് കൊടുത്ത് അത് വീണ്ടും ചെറുതായിട്ട് ഇളക്കുക. ആയി വരുമ്പോൾ നമ്മുടെ പാസ്ത എടുത്ത് അതിലേക്കിടണം. വീണ്ടും നമ്മുടെ പരിപാടി ടകട അതിനെ ഇളക്കി അതൊന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കിന് മൊത്തത്തിലൊന്ന് ഇളക്കി നമുക്കതിനെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അത് വേവണം. ഓൾറെഡി വെന്തതാണ് എങ്കിലും നമ്മൾ വെച്ച ആ മിശ്രിതവും നമ്മുടെ ഈ അരപ്പും കാര്യങ്ങളും എല്ലാം ജസ്റ്റ് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഞാൻ അതിന് മുകളിലായിട്ട് കുറച്ച് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചീസും കൂടെ ടേസ്റ്റിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 2 ചീസോടൊക്കെ വെച്ച് നമുക്ക് ഈ സാധനത്തിനെ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായപ്പോഴത്തേക്കിനും നമ്മുടെ സാധനം റെഡി. വീണ്ടും നല്ലോണം അതൊന്ന് ഇളക്കി റെഡിയാക്കി പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇനി നമുക്കൊരു യുദ്ധം തുടങ്ങണ്ടേ. അപ്പം എല്ലാവരും കടന്നു വരൂ. ഓരോ സ്പൂൺ വെച്ചിട്ട് പിടിച്ചാൽ നമുക്ക് എല്ലാവർക്കും തികയും. എല്ലാവർക്കും അടിപൊളിയായിട്ടൊന്ന് കഴിച്ചിട്ട് പോകാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻ്റ് അറിയിക്കുമല്ലോ.